അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ട്രിപ്പിന് പോയി പെൺകുട്ടിയാണെങ്കിൽ ഒരു കാട്ടി വെച്ച് കൊള്ളസംഘത്തിൻ്റെ അടുത്ത് വിടുകയും അവരെല്ലാം കൂടെ അവളെ ആക്രമിച്ച് നശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇതേ കൊള്ളസംഘം തന്നെ സഹായം ചോദിച്ച് അവളുടെ അച്ഛനും അമ്മയുടെ അടുത്ത് തന്നെ വരുന്നു. പിന്നീട് എന്തായിരിക്കും ഇവർക്കെല്ലാം സംഭവിച്ചിട്ടുള്ളത്? അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ ദ ലാസ്റ്റ് ഹൗസ് ഓൺ ദ ലെഫ്റ്റ് എന്ന് പറഞ്ഞ് 2009 ഇറങ്ങിയ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് വെച്ചാൽ 2 പോലീസുകാരാണെങ്കിൽ ക്രഗ് എന്ന് പറഞ്ഞൊരു വലിയ ക്രിമിനലിനെ എസ്കോർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജയിലിലേക്ക്. അങ്ങനെ അവരാണെങ്കിൽ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്നൊരു ട്രക്ക് വന്ന് ഇവരുടെ വണ്ടി ഇടിച്ചിടുന്നത്. പിന്നീട് ക്രഗിൻ്റെ ബ്രദറായിട്ടുള്ള ഫ്രാൻസിസും ക്രഗിൻ്റെ തന്നെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള സാഡിയും കൂടെ വന്നിട്ട് അവനെ ഫ്രീ ആക്കും. അത് കഴിഞ്ഞ് സാഡിയാണെങ്കിൽ ഒരു പോലീസുകാരനെ കൊല്ലും. പിന്നീട് ക്രഗ് മറ്റേ പോലീസുകാരനോട് ദേഷ്യം തീർത്ത ശേഷം അവനെയും കഴുത്ത് നേരിച്ച് കൊല്ലും. പിന്നീടാണ് നമ്മളെ നായികയായിട്ടുള്ള മാരീനെ കാണിക്കുന്നത്. അവളാണെങ്കിൽ സ്വിമ്മിങ്ങിന് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ അവളുടെ അമ്മയായിട്ടുള്ള എമയെ ഇരിപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവളുടെ അച്ഛനാണെങ്കിൽ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒരു സർജനും കൂടെ ആയിരുന്നു. അവനാണെങ്കിൽ സർജറി കഴിഞ്ഞ ശേഷം അവൻ്റെ ഫാമിലിയോട് കൂടെ ദൂരെ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകും. അങ്ങനെ അവരെല്ലാം കൂടെ ലേക്ക് സൈഡിലായിട്ടുള്ള ഒരു വീട്ടിലെത്തിപ്പെടും. അവിടെ വെച്ച് പേരൻസ് ആണെങ്കിൽ മെയിൻ ഹൗസിൽ താമസിക്കാൻ തീരുമാനിക്കും. അതേസമയം മാരിയാണെങ്കിൽ ഒരു പ്രൈവസിക്ക് വേണ്ടി തൊട്ടടുത്തുള്ള ഗസ്റ്റ് ഹൗസ് ചൂസ് ചെയ്യും. അവിടെ ചെന്ന ശേഷം മേരി ആണെങ്കിൽ അവളുടെ സഹോദരൻ്റെ ഫോട്ടോ ഒക്കെ നോക്കി നിൽക്കും. അവളുടെ സഹോദരനാണെങ്കിൽ കുറച്ച് കാലം മുന്നേ മരിച്ചു പോയതായിരുന്നു. പിന്നീട് അവൻ തന്നെ നെക്ലേസും കുറേ നേരം ഇവിടെ നോക്കിയിരിക്കും. അതെല്ലാം കഴിഞ്ഞ് ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇവള് വന്ന എമയുടെ തൊട്ടടുത്തുള്ള കൂട്ടുകാരെ കാണാൻ സിറ്റിയിലേക്ക് പൊക്കോട്ടേയും ചോദിക്കും. പക്ഷേ എമ ഇതിന് സമ്മതിക്കുന്നില്ലായിരുന്നു. കാരണം ഇവർ ഫാമിലിയായിട്ട് ആഘോഷിക്കാൻ വന്നല്ലേ ചോദിക്കും. എന്നാൽ ജോണാണെങ്കിൽ അവളെ പറഞ്ഞു വിടുകയും ചെയ്യും. അതുപോലെ തന്നെ കാറിൻ്റെ കീയും കുറച്ച് പൈസയും കൂടെ കൊടുക്കും അവൾക്ക്. മാരിയാണെങ്കിൽ കാറുമായിട്ട് നേരെ ലോക്കൽ സ്റ്റോറിലേക്ക് പോകും. അവിടെയായിരുന്നു അവളുടെ കൂട്ടുകാരായിട്ടുള്ള പേജ് വർക്ക് ചെയ്യുന്നത്. പിന്നീടാണ് ജസ്റ്റ് എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ട് സിഗരറ്റ് മേടിച്ചിട്ട് എൻ്റെ ബില്ലടിക്കാൻ പറയുന്നത്. അന്നേരം ഇവളാണെങ്കിൽ അവനോട് ID കാർഡ് ചോദിക്കും. പക്ഷേ അവനൊന്നും ഇല്ലായിരുന്നു. അവൻ പറയും ID കാർഡ് ഇല്ലാത്ത സിഗരറ്റ് തരുവാണെങ്കിൽ പകരം ഇവൻ്റെ കുറേ ഡ്രഗ്സ് ഉണ്ട്, അത് ഇവൾക്ക് തരാമെന്ന് പറയും. അങ്ങനെ ഇവളാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നീടാണ് ഇവൻ്റെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും കൂടെ തൊട്ടടുത്തുള്ള ഹോട്ടലിലേക്ക് പോകുന്നത്. മാരി ആ കാർ ഇട്ടതിന് ശേഷം പേജും ജസ്റ്റിനും കൂടെ ആ റൂമിൻ്റെ അകത്തേക്ക് കയറിപ്പോവും. പിന്നീട് കുറേ സമയം കഴിഞ്ഞ് മാരി ഇരുന്ന് മരുത്ത് കഴിയുമ്പോഴത്തേക്കിനും നേരെ പേജിനെ അന്വേഷിച്ച് ആ റൂമിലേക്ക് ചെല്ലും. ഇവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും കൂടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അന്നേരമാണ് അവളുടെ അമ്മയായിട്ടുള്ള എമയെ അവളെ വിളിച്ചിട്ട് എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചു വരണം ചോദിക്കുന്നത്. അന്നേരം മാര് പറയും ഇന്ന് വരത്തില്ല, പകരം നാളെ രാവിലെ വരത്തുള്ളൂ. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ നല്ല കമ്പനിയായിട്ട് ഇരുന്നിട്ട് പേജാണെങ്കിൽ ജസ്റ്റിൻ്റെ ലുക്കൊക്കെ ഇച്ചിരി കൂട്ടി തരാമെന്ന് പറഞ്ഞ് അവനുമായിട്ട് കുറേ കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് പെട്ടെന്ന് ജസ്റ്റിൻ്റെ ഫാദർ കയറി വരുന്നത്. അതാണ് തലേദിവസം ജയിലിൽ ചാടിയ ക്രഗായിരുന്നു. അവരെ മൂന്നുപേരും കാണുമ്പോൾ തന്നെ മാരിക്കും പേജിനും പിടികിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന്. പക്ഷേ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അന്നേരമാണ് ക്രഗ് ആണെങ്കിൽ വെളിയിൽ കിടക്കുന്ന SUV ആണെങ്കിൽ മാരിയുടെയാണ് നോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഫോട്ടോ ആണെങ്കിൽ മിക്ക പത്രത്തിലും അച്ചടിച്ച് വന്നുകൊണ്ട് ഇവർക്കാണെങ്കിൽ ഇവരെ വെളിയിലേക്ക് വിടാനും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതേ ഫ്രാൻസിസ് എന്ന പേജിനോട് മോശമായിട്ട് പെരുമാറാൻ നോക്കുമ്പോഴാണ് അവളാണെങ്കിൽ അവനെ തള്ളിയിട്ട ശേഷം ഓടിപ്പോയി ബാത്റൂമിൽ കയറി കുറ്റിയിടുന്നത്. അവളാണെങ്കിൽ അവിടെ കിടന്ന് വെളിയിലേക്ക് ഹെൽപ്പ് ചോദിച്ച് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പിന്നീട് ഫോണിലൊക്കെ വിളിക്കാൻ നോക്കും. അന്നേരമാണ് ഫ്രാൻസിസ് കഥകം ചവിട്ടി പൊളിച്ച് വന്നിട്ട് അവളെ പിടിച്ചിട്ട ശേഷം അവളുടെ ഫോൺ തല്ലിപ്പൊട്ടിക്കുന്നത്. പിന്നീട് അവരെല്ലാം കൂടെ മാരിനെയും പേജിനെയും കൊണ്ട് ആ SUV എടുത്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷോട്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് ദൂരെയായിട്ട് പോലീസുകാരെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവർ നേരെ ഫോറസ്റ്റിലേക്ക് കയറ്റിക്കൊണ്ട് പോകുന്നത്. അങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോഴാണ് മാരിയാണെങ്കിൽ നൈസായിട്ട് കാലുകൊണ്ട് കാറിൻ്റെ സിഗരറ്റ് കത്തിക്കുന്ന സ്വിച്ച് ഓൺ ആക്കുന്നത്. പെട്ടെന്ന് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന സമയത്തൊക്കെ ഇവളാണെങ്കിൽ അതെടുത്ത് സാഡിയുടെ മുഖത്തേക്ക് വെക്കും. അങ്ങനെ അവിടെ വെച്ചുണ്ടാകുന്ന ബലംപിടുത്തത്തിലും ബഹളത്തിലും കാറിനെ കൺട്രോൾ കയറ്റി അത് നേരെ എന്നൊരു മരത്തിലേക്ക് ഇരിക്കും. വെളിയിലിറങ്ങിയ ഫ്രാൻസിസ്റ്റ് ആണെങ്കിൽ മൂക്ക് പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. ദേഷ്യം എന്ന സാഡിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് മാരിനെ കൊല്ലാൻ വേണ്ടി കഴുത്തെ പിടിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് പേജ് തൊട്ടടുത്ത് കിടക്കുന്ന ഉണക്കക്കമ്പ് എടുത്തിട്ട് സാഡിക്കിട്ട് കയറി അടിക്കുന്നത്. അതിനുശേഷം പേജ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങും. പുറകെ തന്നെ സാഡി ഫ്രാൻസിസ് അവളെ പിടിക്കാൻ വേണ്ടി ഓടിയും. അങ്ങനെ ഓടിച്ചെന്ന പേജ് ആണെങ്കിൽ അവിടെ കാണുന്ന ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരിക്കാൻ വേണ്ടി പറ്റും. ഈ സമയത്ത് അവനാണെങ്കിൽ വഴി തെറ്റി മറ്റൊരു സ്ഥലത്തേക്കും പോകും. അവർ പോയി കഴിഞ്ഞ് പേജ് ആണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടി ദൂരെയായിട്ട് നടക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് അവരോട് ഹെൽപ്പ് ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ഫ്രാൻസിസ് ഓടി വന്ന് ഇവളെ പിടിക്കുന്നത്. പിന്നീട് സാഡി ഫ്രാൻസിസും കൂടെ അവളുടെ കൈയും കാലും എല്ലാം കെട്ടി ഈ മാരി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരും. അന്നേരമാണ് ക്രഗ് ആണെങ്കിൽ ജസ്റ്റിനോട് പറയുന്നത് ഈ സമയം വന്ന് ഇവരാണാണ്ട് ഈ 2 പെണ്ണുങ്ങളിൽ ഒരാളെ ചൂസ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ജസ്റ്റിനൊന്നും ചെയ്യത്തില്ലെന്ന് ഇവിടെ ക്രഗ് ആണെങ്കിൽ അവൻ തന്നെ മാരിയനെ പീഡിപ്പിക്കാൻ വേണ്ടി ചെല്ലും. അന്നേരമാണ് അവിടെ കിടന്ന പേജ് ആണെങ്കിൽ ഇവനെ ഫീൽ വന്നവരെ കളിയാക്കി വിളിക്കുന്നത്. ദേഷ്യം വന്ന ക്രഗ് ആണെങ്കിൽ അവളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് കത്തി കൊണ്ട് അവളെ കുത്തും. അങ്ങനെ ആ മുറിയിൽ നിന്ന് അവൾ പതി അവിടെ കിടന്ന് പിടഞ്ഞ് മരിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നീട് ക്രഗ് വീണ്ടും ജസ്റ്റിനെ നിർബന്ധിക്കും മാരിയനെ പീഡിപ്പിക്കാൻ വേണ്ടി. പക്ഷേ ഇവനാണെങ്കിൽ അതിന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ ക്രഗ് ആണെങ്കിൽ എല്ലാവരും മുന്നിലിട്ട് അവളെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. സാഡിയാണെങ്കിൽ ഇതിനൊക്കെ ഹെൽപ്പും ചെയ്യും. ജസ്റ്റിനാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. മാരിയാണെങ്കിൽ ഈ അവസ്ഥ കിടക്കുമായിരുന്നെങ്കിൽ പോലും ഉള്ള ബോധം വെച്ചൊരു കല്ലെടുക്കും. പിന്നീട് ക്രഗ് എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്താണ് മാരി എന്നിട്ട് അവൻ്റെ തലക്കിട്ട് കല്ലുകൊണ്ട് അടിച്ചിട്ട് അവിടെ നിന്ന് ഓടാൻ തുടങ്ങുന്നത്. അവളൊരു നീന്തൽക്കാരിയായതുകൊണ്ട് തന്നെ ഓടിച്ചെന്ന് ലേക്കിലേക്ക് ആയിട്ട് അവിടെ നീന്തി രക്ഷപ്പെടാൻ നോക്കും. പക്ഷേ ക്രഗ് പുറകിൽ നിന്ന് വന്ന് അവളെ വെടിവെക്കും. 2 മിനിറ്റ് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോഴത്തേക്കും മാരിയുടെ ബോഡി വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കുന്ന കാണും. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരെല്ലാം കൂടെ അവിടെ നിന്ന് പോകും. ഇതേസമയം എമയും ചോണുവാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് ആ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്.
ഇവരെന്ന കഥ തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും അത് ക്രെഗും ടീമുമില്ലായിരുന്നു. അവരാണെങ്കിൽ ഒരു ഫാമിലിയാണെന്നോ ആച്ചണ്ടായെന്നും പറഞ്ഞായിരുന്നു വന്നത്. ഇവരാണെങ്കിൽ അങ്ങനെ അവരെ അകത്തേക്ക് വിളിച്ച് കയറ്റിപ്പിക്കും. പിന്നീട് ജോൺ ആണെങ്കിൽ പോയി അവിടുത്തെ പവറൊക്കെ ഓണാക്കി കറണ്ടെല്ലാം സെറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഫ്രാൻസിൻ്റെ നോസെല്ലാം റെഡിയാക്കി കൊടുക്കും. എമ്മയാണെങ്കിൽ ഇതേ സമയം ജസ്റ്റിന് വേണ്ടി ഒരു ചായ ഇട്ടേക്കുമായിരുന്നു. അങ്ങനെ അതവന് കൊടുക്കും. വെളിയിലാണെങ്കിൽ പെരുമഴ നടക്കുമായിരുന്നു. എമ്മയാണെങ്കിൽ ഇടയ്ക്ക് മകളെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ക്രെഗിനോട് ഒരു രാത്രിയിലേക്ക് ഇവിടെ താമസിക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ക്രെഗിന് ആദ്യം താല്പര്യമില്ലായിരുന്നു. പിന്നീടാണ് തൊട്ടടുത്ത് ഗസ്റ്റ് ഹൗസ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും അവൻ അതിനെ സമ്മതിക്കും. ഇതേ സമയത്താണ് തടാകത്തം തീരുണ്ടായിട്ട് മാരി വീണ്ടും പൊങ്ങി വരുന്നത്. അവൾക്ക് വെടിയേറ്റിരുന്നെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഇതേ സമയത്താണ് ജസ്റ്റ് ആണെങ്കിൽ ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞ് അവൻ കുടിച്ച കപ്പും കൂടെ അടുക്കളയിലേക്ക് വെക്കാൻ വേണ്ടി പോകും. അന്നേരമാണ് അവിടെ ഫ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് മാരിയുടെ പടം കാണുന്നത്. അന്നേരം പിന്നെ പിടികിട്ടും ഇവർ വന്നിരിക്കുന്ന മാരിയുടെ വീട്ടിലാണ്. ക്രെഗ് ആണെങ്കിൽ മാരിയുടെ കഴുത്തിൽ നിന്ന് പറിച്ചെടുത്ത മാരിയുടെ ബ്രദർ കൊടുത്ത മാല ഉണ്ടായിരുന്നു. അത് ഈ കറക്റ്റ് ഈ കപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കും. എങ്ങനെയോ വീട്ടുകാർക്ക് സത്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി. പിന്നീട് അമ്മയാണെങ്കിൽ അവരെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയിട്ട് എവിടെയാണ് കിടക്കണമെന്നൊക്കെ കാണിച്ചു കൊടുക്കും. ഇതേ സമയത്തൊക്കെ ഫ്രാൻസിസ് ഓർത്തുകൊണ്ടിരിക്കുന്ന എമ്മയ്ക്ക് ഇവനോട് എന്തോ താല്പര്യം ഉണ്ടെന്ന് ഓർത്ത് ഇവനാണെങ്കിൽ തിരിച്ച് അവളെ ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന പോലെ നിൽക്കും. തിരിച്ച് വീട്ടിൽ വന്ന എമ്മയാണെങ്കിൽ ഭർത്താവിനോട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഗസ്റ്റിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ സംശയമുള്ള പോലെ അതുപോലെ തന്നെ കഥകിന് കുറ്റിയിട്ടിട്ട് കിടന്നേക്കാന്ന് നോക്കാം. ഇതേ സമയത്താണ് പെട്ടെന്ന് അവർ കഥകിന് മുട്ടുന്ന ശബ്ദം കേട്ട് ജോൺ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്കിന് മോശാവസ്ഥ കിടക്കുന്ന മാരിനെയായിരുന്നു അവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇവർ മാരിനെടുത്ത് അകത്തോട്ട് കൊണ്ടുവരും. അത് കഴിഞ്ഞ് ജോൺ ആണെങ്കിൽ വൈഫിനോട് പറയും ഉടനെ തന്നെ കത്തിയും ചൂടാക്കി അതുപോലെ തന്നെ കുറച്ച് ആൽക്കഹോളും എടുത്തുകൊണ്ട് വരണം നമ്മളുടെ മുറിവെല്ലാം ക്ലീൻ ചെയ്യാൻ. എമ്മയാണെങ്കിൽ അതിന് വേണ്ടി പോകുമ്പോഴാണ് കിച്ചണിലായിട്ട് മാരിയുടെ മാലയാണെങ്കിൽ ജസ്റ്റിന് കൊടുത്ത കപ്പിൻ്റെ അടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത്. ഇതേസമയം മാരിനെ ചെക്ക് ചെയ്തുകൊണ്ട് ജോണിന് പിടികിട്ടും ആരോ മാരിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. അപ്പോഴാണ് എമ്മ വന്നിട്ട് ഈ ലോക്കറ്റിൻ്റെ കാര്യം പറയുന്നത്. അതും കൂടാകുമ്പോഴത്തേക്കും അവർ ഉറപ്പിക്കും ആ ഫാമിലിയാണ് മാരിനെ ഈ അവസ്ഥയിലാക്കിയെന്ന്. ഇവർക്കാണെങ്കിൽ ഉടനെ തന്നെ മാരിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവരുടെ കാറില്ലായിരുന്നു. പിന്നീടുള്ള ഒറ്റ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്ന ബോട്ടുമായിട്ട് തടാകം കടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനാണെങ്കിൽ കീ എടുക്കണമായിരുന്നു. അങ്ങനെ ജോണാണെങ്കിൽ ബോട്ട് ചെട്ടിലേക്ക് പോകും ബോട്ടിൻ്റെ കീയും കാര്യങ്ങളെല്ലാം തപ്പാൻ വേണ്ടി. ഇതേ സമയത്ത് ഗസ്റ്റ് ഹൗസിലാണെങ്കിൽ ക്രഗിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന തോക്ക് ജസ്റ്റിന് അവൻ അറിയാതെ വന്ന് എടുത്ത് മാറ്റും. ഇതേ സമയത്താണ് ഫ്രാൻസിസ് ആണെങ്കിൽ എമ്മയ്ക്ക് ഇവനോട് എന്തോ താല്പര്യമുണ്ടെന്ന് ഓർത്ത് എമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. മാരിയാണെങ്കിൽ ലിവിംഗ് റൂമിൽ കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ മകളെ ഇവൻ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി എമ്മയെ അവനോട് താല്പര്യമുള്ള പോലെ കുറേ നേരം ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് ഇവളാണെങ്കിൽ തൊട്ടടുത്ത ഫ്രിഡ്ജിലായിട്ട് മാരിയുടെ ഫോട്ടോ കാണുന്നത്. ഇവളാണെങ്കിൽ നൈസായിട്ട് ആ ഫോട്ടോ അങ്ങ് മാറ്റിയിട്ട് ഇവന് വൈൻ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കും. ഇതേസമയം ജോണിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ അവനെ എത്ര നോക്കിയിട്ടും ബോട്ടിൻ്റെ കീ കാണുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ആ ക്രിമിനൽസ് എല്ലാം ഡിഫെൻഡ് ചെയ്യണമെന്ന് ഓർത്ത് അവിടെ ഇരിക്കുന്ന മിക്ക ടൂൾസും എടുക്കും. ഇതേ സമയത്താണ് ഫ്രാൻസിസ് ആണെങ്കിൽ ആ റൂമിലേക്ക് വരുമ്പോഴേക്കും അവിടെ മാരി കിടക്കുന്നത് കാണുന്നത്. ഉടനെ എമ്മയാണെങ്കിൽ വൈൻ ബോട്ടിലെടുത്ത് ഫ്രാൻസിസിൻ്റെ തലയിടിച്ച് പൊട്ടിക്കും. പക്ഷെ അവനാണെങ്കിൽ അതുകൊണ്ട് ഒന്നും ആകുന്നില്ലായിരുന്നു. അവനാണെങ്കിൽ വീണ്ടും എമേനെ പിടിക്കാൻ വേണ്ടി വരും. അന്നേരമാണ് എമയാണെങ്കിൽ അവിടെ ഇങ്ങനെ കത്തി എടുത്ത് അവൻ്റെ കുത്തുന്നത്. അത് കിട്ടിയിട്ട് ഫ്രാൻസ് ആണെങ്കിൽ വീണ്ടും ഇവിടെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അവിടെ നിന്നെല്ലാം വരുമ്പോഴാണ് കറക്റ്റ് സമയത്ത് ജോൺ അങ്ങോട്ട് വരുന്നത്. ജോൺ ആണെങ്കിൽ ഫ്രാൻസിസുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവൻ്റെ ഒടിഞ്ഞിട്ടുന്ന മൂക്കാണെങ്കിൽ വീണ്ടും അങ്ങ് ഓടിക്കും. പിന്നീട് അവനുമായിട്ട് കിച്ചണിൽ പോയി അടിയുണ്ടാക്കി അവൻ്റെ തല അവിടുത്തെ വാഷ് ബേസിൻ്റെ അകത്തേക്ക് മുട്ടി ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കും. ഫ്രാൻസിസ് ബലം പിടിച്ച് തിരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഇവനാണെങ്കിൽ അവൻ്റെ കൈ പിടിച്ചിട്ട് അവിടുത്തെ ഗാർബേജിങ് സിസ്റ്റത്തിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് ഓണാക്കുന്നത്. അതോടുകൂടി ഇവൻ്റെ കൈ പോകും. ഇവൻ വേദന കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നോക്കി ജോൺ ആണെങ്കിൽ ചുറ്റികയുടെ മൂർച്ചയുള്ള ഭാഗം വെച്ച് അവൻ്റെ തലയടിച്ചങ്ങ് പൊട്ടിക്കും. അങ്ങനെ ഫ്രാൻസിസ് അവിടെ മരിച്ചു വീഴും. ഫ്രാൻസിസിനെ കൊന്ന ശേഷം ഉടനെ ഇവരാണെങ്കിൽ ബാക്കി ഗസ്റ്റുകളെ കൂടെ കൊല്ലാൻ വേണ്ടി ആ ഗസ്റ്റ് ഹൗസിലേക്ക് പോകും. ആദ്യം ചെല്ലുന്നത് ജസ്റ്റിൻ്റെ മുറിയിലേക്കായിരുന്നു. അവനാണെങ്കിൽ അവിടെ അവൻ്റെ അച്ഛൻ്റെ തോക്കും പിടിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് തോക്ക് ഇവർക്ക് തന്നെ കൈമാറും അവൻ്റെ അച്ഛനെ കൊല്ലാൻ പറഞ്ഞു. തോക്ക് കിട്ടിയ ജോൺ ആണെങ്കിൽ നേരെ ക്രെഗിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലും. അന്നേരമാണ് പെട്ടെന്ന് ശബ്ദം കിട്ടി സാടി എഴുന്നേക്കുന്നതും ജോൺ സാടിക്കിട്ട് വെടിവെക്കുന്നതും. ഈ സമയം നോക്കി കിടക്കുകയാണെങ്കിൽ സൈഡിലേക്ക് ചാടിയിട്ട് അവിടെ നിന്ന് ജനാലയുടെ ചില്ലെല്ലാം പിടിച്ച് താഴേക്ക് ചാടി രക്ഷപ്പെടും. ആടിയാണെങ്കിൽ ഇതേ സമയത്ത് തന്നെ ഓടിപ്പോയിട്ട് ബാത്റൂമിൻ്റെ അകത്ത് കയറി ഒളിക്കും. ജോണാണെങ്കിൽ ബാത്റൂമൊക്കെ ചവിട്ടി പൊളിച്ച് അതിൻ്റെ അകത്ത് വെച്ച് അവളെ അറ്റാക്ക് ചെയ്തിട്ടിരിക്കും. അവളും തിരിച്ച് അവിടെ ഇരിക്കുന്ന കമ്പി സാധനങ്ങളും എല്ലാം എടുത്ത് ജോണിനെയും ജസ്റ്റിനെയും എല്ലാം അറ്റാക്ക് ചെയ്യും. അങ്ങനെ ഈ സമയം എമയാണെങ്കിൽ അവിടെ നിന്ന് തൂക്കുമായിട്ട് വന്ന് സാഡിനെ അങ്ങ് വെടിവെച്ച് കൊല്ലും. ഇതേസമയം ക്രഗാണെങ്കിൽ മെയിൻ ഹൗസിൽ ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് മാരിയുടെ ഡ്രസ്സെല്ലാം കാണുമ്പോഴത്തേക്കിന് ഇവന് പിടി കിട്ടും അവനിപ്പോൾ വന്നിരിക്കുന്നത് മാരിയുടെ പേരൻസിൻ്റെ അടുത്താണ്. പിന്നീട് കിച്ചണിലേക്ക് പോയി അവനാണെങ്കിൽ അവിടെ ഫ്രാൻസിസിനെ കൊന്നിട്ടേക്കുന്നതും കാണും. ഇതേസമയത്ത് അപ്പത്താണെങ്കിൽ ജസ്റ്റിനാണെങ്കിൽ എമ്മയുടെ കൂടെ നിന്ന് ബോട്ടിൻ്റെ കീ കണ്ടെത്താൻ സഹായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജോൺ ഈ സമയം നോക്കി തിരിച്ച് വീട്ടിലേക്ക് വരും. ശബ്ദം കേട്ട് ജോൺ ആണെങ്കിൽ വന്ന് നോക്കുമ്പോഴത്തേക്കിനും അവിടെ ജനൽ തുറന്നിട്ടേക്കുന്നത് കാണും. അങ്ങനെ ക്രഗ് എസ്കേപ്പ് ആയെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് തൊട്ടടുത്തായിട്ട് ക്രഗ് ഒളിച്ച് നിന്നിട്ട് ജോണിനെ കയറി അറ്റാക്ക് ചെയ്യുന്നത്. പിന്നീട് അവർ തമ്മിൽ അവിടെ വെച്ച് വലിയൊരു സ്ട്രഗിൾ തന്നെ നടക്കും. ക്രഗ് ആണെങ്കിൽ ഒരു ക്രിമിനൽ സ്ട്രോങ് ആയിരുന്നുകൊണ്ട് തന്നെ ജോണിനെ അവനെ അടിച്ച് തറം പറ്റിക്കും. ഇതേസമയം അടി കൊണ്ട് കിടക്കുന്ന ജോൺ ആണെങ്കിൽ അവിടെ തൊട്ടടുത്തായിട്ട് ബോട്ടിൻ്റെ കീ കിടക്കുന്ന കാണും. പിന്നീട് ക്രഗ് ആണെങ്കിൽ ജോണിനെ കൊല്ലാൻ വരുമ്പോഴത്തേക്കിനുമാണ് ജസ്റ്റിൻ വന്ന് അവൻ്റെ അച്ഛന് നേരെ തോക്ക് ചൂടുന്നത്. ഇത് കണ്ട ക്രഗ് ആണെങ്കിൽ ഇത്രയും കാലം ധൈര്യം ഇല്ലാത്തവൻ ഇങ്ങനൊരു സന്ദർഭത്തിൽ അവൻ്റെ അച്ഛന് നേരെ തന്നെ ധൈര്യം വന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞ് അവനെ കളയാക്കിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ജസ്റ്റിൻ കയറി അവന് നേരെ വെടിവെക്കുന്നത്. പക്ഷേ അത് ബുള്ളറ്റില്ലായിരുന്നു. ഇത് കണ്ട് ദേഷ്യം വന്ന ക്രഗ് ആണെങ്കിൽ അവനെ ഭിത്തിയിലൂടെ ചേർത്ത് വെച്ചിട്ട് തൊട്ടടുത്തേക്കുന്ന ഫയർ പോക്കർ വെച്ച് വയറ്റി കുത്തും. ഇതേ കറക്റ്റ് സമയത്ത് എമ വന്നിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ച് ക്രഗിനെ അടിച്ച് താഴെ ഇടും. അതെല്ലാം കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ
താക്കോല് കിട്ടിയ ജോൺ ആണെങ്കിൽ എമ്മേനെയും ജസ്റ്റിനെയും തൻ്റെ മകളെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിരുന്നു. അങ്ങനെ തൻ്റെ മകളെ സേഫാക്കിയ ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ജോൺ ആണെങ്കിൽ തിരിച്ച് ആ ലേക്കിലെ വീട്ടിലേക്ക് തന്നെ വരും. അവിടെയാണെങ്കിൽ ക്രെഗാണെങ്കിൽ അബോധാവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. ക്രെഗ് കണ്ണുറക്കം തൊട്ട് ഫ്രണ്ട് ജോൺ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ജോൺ പറയും ഇവൻ്റെ ഞരമ്പുകളൊക്കെ മുറിച്ച് പാരലൈസ് ആക്കി ഇട്ടേക്കുക, ഇവൻ്റെ തലയ്ക്ക് മുകളിലോട്ടുള്ള ഭാഗത്ത് മാത്രം ഇപ്പോൾ അനങ്ങത്തുള്ളെന്ന്. അത് കഴിഞ്ഞ് ജോൺ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഒരു മൈക്രോ ഓവൺ എടുത്തിട്ട് ക്രെഗിൻ്റെ തല അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും. പിന്നീട് സന്തോഷത്തോടു കൂടി അത് ഓണാക്കിയ ശേഷം ജോൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ക്രെഗ് ആണെങ്കിൽ അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കും. ഇതോടുകൂടി ഈ സിനിമ അവിടെ അവസാനിക്കും.